പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വലിയ തോതിൽ മുന്നേറുമ്പോൾ കൊണ്ടോട്ടി സഖാക്കൾക്ക് വലിയ ആശങ്ക. സുരേന്ദ്രൻ എങ്ങാനും ജയിച്ചു കയറുമോ? അതിനിടെയാണ് PC ജോർജ് കെ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചത്. PCയെ കാണാൻ സുരേന്ദ്രൻ പൂഞ്ഞാറിലെ വീട്ടിലെത്തി. അതുകൂടി കണ്ടപ്പോൾ കൊണ്ടോട്ടി സഖാക്കൾക്ക് സഹിക്കാനായില്ല. സുരേന്ദ്രന് വേണ്ടി PC വോട്ട് ചോദിച്ചപ്പോൾ സ്ത്രീകൾ PCയെ ആക്രമിച്ചു. അതിന്റെ വീഡിയോ ഇതായെന്ന് പറഞ്ഞ് കൊണ്ടോട്ടി സഖാക്കൾ എന്ന ഫേസ്ബുക്ക് വീഡിയോ വന്നു. അതിൽ PCയോട് സ്ത്രീകൾ തട്ടിക്കയറുന്നത് കാണാം. വീഡിയോ അപ്ലോഡ് ചെയ്ത നിമിഷങ്ങൾക്കകം അത് വൈറലായി. അത് PC ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സംഭവത്തിന്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. പലയിടത്തായി ചിന്നിച്ചിതറിക്കിടന്ന കേരള കോൺഗ്രസുകാരെല്ലാം ഒന്നിച്ച കാലത്ത് പൂഞ്ഞാറിലെ തിടനാട് പഞ്ചായത്തിലെ പാരിഷ് ഹാളിൽ ഒരു വനിതാ സമ്മേളനം നടന്നിരുന്നു. അതിനിടെ സംഘർഷമുണ്ടായി. വലിയ തോതിൽ കൂട്ടത്തല്ലും പ്രശ്നങ്ങളും ഉണ്ടായി. അതിന്റെ വീഡിയോ ആരോ എടുത്തിരുന്നു. സുരേന്ദ്രന് PC പിന്തുണ പ്രഖ്യാപിച്ച ശേഷം ഈ വീഡിയോ വീണ്ടും പൊടി തട്ടിയെടുക്കുകയായിരുന്നു. കെ സുരേന്ദ്രന് വോട്ട് ചോദിച്ച PC ജോർജിനെ സ്ത്രീകൾ ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞാണ് വീഡിയോ പ്രചരിപ്പിച്ചത്. കൊണ്ടോട്ടി സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു വീഡിയോ പുറത്തു വന്നത്. തന്നെ അപമാനിക്കാനും ഇല്ലായ്മ ചെയ്യാനും പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി പ്രചരിപ്പിക്കുകയാണെന്ന് PC ജോർജ് ആരോപിക്കുന്നു. അതിനാൽ കൊണ്ടോട്ടി സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ പാനലിനെതിരെയും വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജ് DGPക്ക് പരാതി നൽകി. PC ജോർജിന്റെ ജനപക്ഷം NDAയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സുരേന്ദ്രൻ അദ്ദേഹത്തെ കാണാനെത്തിയത്. പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ പിന്തുണയ്ക്കുമെന്ന് PC ജോർജ് അന്ന് പറഞ്ഞിരുന്നു. വിശ്വാസികൾക്ക് വേണ്ടി ജയിൽ ശിക്ഷ വാങ്ങിയ ആളാണ് സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ പത്തനംതിട്ടയിൽ വിജയിക്കുമെന്നും ജോർജ് വ്യക്തമാക്കുന്നു. അത് ഇടത് നേതാക്കളെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതുകൊണ്ടാണ് PCക്കെതിരെ ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തിയതെന്ന് പറയുന്നു. ശബരിമല വിഷയത്തിൽ BJPക്കൊപ്പം നിയമസഭയിൽ പ്രവർത്തിക്കാൻ മുമ്പ് PC ജോർജ് തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി O രാജഗോപാൽ MLAക്കൊപ്പം കറുപ്പ് വസ്ത്രമണിഞ്ഞ് അദ്ദേഹം നിയമസഭയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. കെ സുരേന്ദ്രനും PC ജോർജും തമ്മിൽ നല്ല ബന്ധമാണെന്ന് മുൻപും ആക്ഷേപമുണ്ട്. സോളാർ വിവാദ കാലത്ത് സുരേന്ദ്രൻ അത് സംബന്ധിച്ച രേഖകൾ നൽകിയത് PC ജോർജ് ആണെന്ന് മറ്റു പല UDF നേതാക്കളും ആരോപിച്ചിരുന്നു. UDFനുള്ളിലെ പല വിവരങ്ങളും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിലും ചാനൽ ചർച്ചകളിലും പുറത്തുവിട്ടു. UDF വിട്ട ശേഷവും ആ ബന്ധം തുടർന്നിരുന്നു. പത്തനംതിട്ടയിൽ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മറ്റു മണ്ഡലങ്ങളിലെ പിന്തുണ സംബന്ധിച്ച് ഇതുവരെ PC ജോർജോ അദ്ദേഹത്തിന്റെ പാർട്ടിയായ ജനപക്ഷമോ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പത്തനംതിട്ടയ്ക്ക് പുറമെ കോട്ടയത്തും PC NDAയ്ക്ക് പിന്തുണ നൽകുമെന്നറിയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.